നമസ്കാരം. എൻ്റെ പേര് വൈഷ്ണ. ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 3 ആയിട്ട് വർക്ക് ചെയ്തു വരികയാണ്. ഞാൻ ഹോളിമദർ അക്കാദമിയിൽ ഷിൻഡോ സാറിൻ്റെ സ്റ്റുഡൻ്റായി പഠിച്ച് PSC ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ കോൺട്രാക്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട സ്വപ്ന എന്ന് പറഞ്ഞ ചേച്ചി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആയിട്ട് വർക്ക് ചെയ്യണം. ചേച്ചി ഷിൻഡോ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ചേച്ചി പരിചയപ്പെടുത്തിയ അനുസരിച്ച് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഷിൻഡോ സാറിനെ കോൺടാക്ട് ചെയ്യുകയും ഹോളിമദർ അക്കാദമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലി റിസൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. വീട്ടുജോലിയും ഓഫീസിലെ വർക്ക് ലോഡും പിന്നെ കുഞ്ഞും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എക്സാമുകളിൽ ഒന്നും തന്നെ എനിക്ക് സ്കോർ ചെയ്യാനോ ലിസ്റ്റിൽ വരാനോ എനിക്ക് സാധിച്ചില്ല. ആ അടുക്കാണ് കോവിഡ് വരികയും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തത്. നവംബർ 2020 എനിക്ക് സെക്കൻഡ് ഡെലിവറി നടക്കുകയും ആ നവംബർ മുതൽ അടുത്ത 6 മാസത്തേക്ക് എനിക്ക് മെറ്റേണിറ്റി ലീവ് ആയിരുന്നു. ഈ 6 മാസം ഞാൻ എന്തായാലും പഠിക്കുമെന്നുള്ള തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. നവംബറിൽ ഡെലിവറി കഴിഞ്ഞ് തൊട്ടടുത്ത ഡിസംബറിൽ ഞാൻ പഠിക്കുകയും ജനുവരി 8 തീയതി KLGC എക്സാം ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 50 മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റി. 1 മാസം പഠിച്ചപ്പോൾ തന്നെ 50 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു. എന്തായാലും പഠിച്ചാൽ ലിസ്റ്റിൽ വരും എന്നുള്ളൊരു ആത്മവിശ്വാസമായി. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ജനുവരി 11 സാറ് ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുകയും അന്ന് മുതൽ ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുകയും ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറയുന്ന നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്യുകയും previous year ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്യുക, എക്സാം ട്രയൽ ചെയ്ത് നോക്കുക. എക്സാം ട്രയൽ ചെയ്യുമ്പോൾ നമ്മൾ ടൈമർ വെച്ചിട്ട് 1 മണിക്കൂർ എക്സാമിൻ്റെ ആണെങ്കിൽ 45 മിനിറ്റ് ടൈമർ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുമായിരുന്നു. ആദ്യമുള്ള എക്സാമുകളെല്ലാം നെഗറ്റീവ് മാർക്കുകൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം പ്രത്യേകം നോട്ടുകൾ തയ്യാറാക്കി ഹൈലൈറ്റ് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ പഠിച്ച് പിന്നീടുള്ള എക്സാമുകളെല്ലാം നെഗറ്റീവ് മാർക്കുകൾ കുറയാൻ തുടങ്ങി. ഒരു മെയ് അവസാനമായപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ വന്ന എക്സാമുകളെല്ലാം തന്നെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി. ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ വരുമെന്ന്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ലിസ്റ്റിൽ വരാനും ജോലി ലഭിക്കാനും സാധിച്ചു. ഷിൻഡോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു തിങ്കൾ ചൊവ്വ ബുധനാവും പഠിച്ച് മടുക്കുമെങ്കിലും അടുത്ത ദിവസം തന്നെ സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഓഡിയോ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അടുത്തത് പഠിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും അനുയോജ്യമായ കൈകളിൽ തന്നെയാണ്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തി ഷിൻഡോ സാറ് പറയുന്ന പോലെ തന്നെ പഠിക്കുക, എക്സാം പ്രിപ്പയർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലിസ്റ്റിൽ വരാനും ജോലി ലഭിക്കാനും സാധിക്കും. ഹോളിമദർ അക്കാദമിയിലെ ഓരോ മെമ്പേഴ്സിനും നന്ദിയും അതോടൊപ്പം ഇനി വരുന്ന എല്ലാ വിജയ വഴിയിലേക്കും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.